ഞങ്ങൾ ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗിലെ 3-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആചരിക്കുന്നു. ക്യാൻസറുകളുടെ നിരക്കിൽ തന്നെ രണ്ടാമതായും സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തന അർബുദം. 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിൽ ഇതിന്റെ നിരക്ക് വർദ്ധിച്ചു വരുന്നതായി അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. US പോലുള്ള വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഇതിന്റെ അതിജീവന നിരക്ക് വളരെ കുറവാണ്. ഇതിന് കാരണമാകുന്നത് വൈകിയുള്ള രോഗനിർണയവും വേണ്ടത്ര ചികിത്സാ സഹായം ലഭിക്കാത്തതുമാണ്. 1990 മുതൽ 2016 വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 39.1% ഇതിന്റെ നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. 2023 സർവേ അനുസരിച്ച് 14 ലക്ഷത്തിലധികം കേസുകളാണ് ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നതിനും അതിനുവേണ്ട ചികിത്സാ സഹായം തേടുന്നതിനും സഹായിക്കുന്ന ഏറ്റവും ലളിതവും എളുപ്പവുമായ മാർഗമാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അഥവാ സ്വയസ്തന പരിശോധന. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ചെയ്യാവുന്നതാണ്. മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഈ പരിശോധന ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് അറിയുവാനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും സഹായകരമാകുന്നു. ഏകദേശം 90% ക്യാൻസർ കേസുകളും ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് പൂർണ്ണമായി സുഖപ്പെടുവാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. നമ്മൾ മാറ്റിവെക്കുന്ന ഈ ചെറിയ സമയം നമ്മുടെ ആരോഗ്യം തന്നെ സംരക്ഷിക്കാനുള്ള ആദ്യ പടിയായി മാറിയേക്കാം. ഇനി നമുക്ക് ബ്രസ്റ്റിന്റെ 4 ഭാഗങ്ങൾ ഏതാണെന്ന് കാണാം. അതിനായിട്ട് ഇത് നമ്മുടെ വലതുവശത്തെ ബ്രസ്റ്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇതിനെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മുകളിലെ കക്ഷത്തോട് ചേർന്നുള്ള ഭാഗം, രണ്ടാമത്തേത് മുകളിൽ ഉള്ളിലോട്ടുള്ള ഭാഗം, 3 താഴെ ഉള്ളിലോട്ടുള്ള ഭാഗം, 4ാമത്തേത് താഴെ നമ്മുടെ കൈകളോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. അടുത്തതായി നമുക്ക് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷന്റെ 7 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് നമ്മുടെ 2 ബ്രസ്റ്റുകളും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുകയാണ്. അത് നമ്മുടെ 2 ബ്രസ്റ്റുകളും തമ്മിൽ എന്തെങ്കിലും വലുപ്പത്തിൽ വ്യത്യാസമുണ്ടോ, നിറത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. പിന്നെ കാണപ്പെടാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും മുഴകളോ മറ്റോ ഉണ്ടോ, പിന്നെ ഉണങ്ങിയ ഓറഞ്ചിന്റെ തൊലിക്ക് സമാനമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമ്മുടെ ബ്രസ്റ്റിൽ കാണുന്നുണ്ടോ, നിപ്പിളിന് ചുറ്റുമുള്ള റീജിയണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും നിറവ്യത്യാസമോ മറ്റോ കാണുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജുകളോ മറ്റോ വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഈ കണ്ണാടിയുടെ മുമ്പിൽ തന്നെ നിന്ന് നമ്മുടെ 2 കൈകളും തലയ്ക്ക് മുകളിലായിട്ട് പിടിച്ച് നമ്മുടെ ബ്രസ്റ്റുകൾ തമ്മിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 2 കൈകളും അരക്കെട്ടിലായിട്ട് വെച്ച് മുൻപോട്ടൊന്ന് ആഞ്ഞു നിന്നതിന് ശേഷം 2 ബ്രസ്റ്റുകളും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പാണ്. 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ സ്പർശനശേഷി ഉപയോഗിച്ചാണ് നമ്മൾ പരിശോധിക്കുക. അതിനായിട്ട് നമ്മുടെ വലതുവശത്തെ ബ്രസ്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ വലത്തെ കൈ നമ്മുടെ തലയ്ക്ക് പുറകിലായിട്ട് വെക്കുക. അതിനുശേഷം നമ്മുടെ ഇടത്തെ കൈ ഉപയോഗിച്ച് വേണം നമ്മൾ പരിശോധിക്കാൻ. ഇടത്തെ കൈയുടെ നടുവിലത്തെ 3 വിരലുകളുടെ ഉൾഭാഗം ഉപയോഗിച്ച് വേണം പരിശോധിക്കാൻ. മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ ബ്രസ്റ്റിന്റെ 4 ഭാഗങ്ങൾ ഓർമ്മിക്കുക. അതിന് മുകളിലെ കക്ഷത്തോട് ചേർന്നുള്ള ഭാഗത്തു നിന്ന് വേണം നമ്മൾ ആരംഭിക്കാൻ. അപ്പം നമ്മുടെ ഈ 3 വിരലുകളുടെ ഉൾഭാഗം ഉപയോഗിച്ച് നമ്മൾ ഇവിടുന്ന് വൃത്താകൃതിയിൽ ഉള്ളിലോട്ട് നമ്മൾ പരിശോധിച്ച് വരികയാണ്. ഉള്ളിലോട്ടായിട്ട് നമ്മൾ പരിശോധിക്കാം. അതിനുശേഷം ഇടത്തെ ബ്രസ്റ്റിൽ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇടത്തെ ബ്രസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇടത്തെ കൈ തലയ്ക്ക് പുറകിലായിട്ട് വെച്ച് വലത്തെ കൈ ഉപയോഗിച്ച് വേണം നമ്മൾ പരിശോധിക്കാനായിട്ട്. അടുത്തത് 5ാമത്തെ സ്റ്റെപ്പാണ്. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിപ്പിളുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. അതിനായിട്ട് നിപ്പിളിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും നിറവ്യത്യാസമോ മറ്റോ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ നിപ്പിളുകൾ ഒന്ന് ഞെക്കി നോക്കുക, എന്തെങ്കിലും ഡിസ്ചാർജോ മറ്റോ വരുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം 6ാമത്തെ സ്റ്റെപ്പാണ്. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കിടന്നാണ് പരിശോധിക്കുക. കിടന്ന് നമ്മുടെ വലത്തെ വശത്തെ ബ്രസ്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ വലത്തെ കൈ തലയ്ക്ക് പുറകിലായിട്ട് വെച്ച് നമ്മുടെ തോൾ ഭാഗത്ത് ഒരു പില്ലോ വെക്കുക, ഒരു തലയണ വെക്കുക. അതിനുശേഷം നമ്മുടെ ഇടത്തെ കൈ ഉപയോഗിച്ച് നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വൃത്താകൃതിയിൽ അകത്തുനിന്ന് പുറത്തോട്ട് നമ്മൾ പരിശോധിക്കാം. അതിനുശേഷം നമ്മുടെ 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലും അതേപോലെ കക്ഷത്തിലുമായിട്ട് നമ്മളൊന്ന് വൃത്താകൃതിയിലൊന്ന് പരിശോധിച്ച് നോക്കുക. എന്തെങ്കിലും മുഴകളോ മറ്റോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാം. നമ്മൾ ഈ സ്പർശനശേഷി ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എന്തെങ്കിലും വേദനകളോ മറ്റും തോന്നുന്നുണ്ടോ, അതേപോലെ എന്തെങ്കിലും മുഴകളോ വല്ലതും തടിപ്പോ വല്ലതും തോന്നുന്നുണ്ടോ എന്ന് വേണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് 2 ബ്രസ്റ്റുകളും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുക. അതേപോലെ 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ കൈകൾ രണ്ടും തലയ്ക്ക് പുറകിലായിട്ട് വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുക. പിന്നീട് നമ്മുടെ 2 കൈകളും അരക്കെട്ടിലായി വെച്ച് ഒന്ന് കുനിഞ്ഞു നിന്ന് അല്ലെങ്കിൽ ഒന്ന് മുൻപോട്ട് ആഞ്ഞു നിന്ന് നമ്മൾ 2 ബ്രസ്റ്റുകളും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുക. 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സ്പർശനശേഷി ഉപയോഗിച്ച് വൃത്താകൃതിയിൽ പുറത്തുനിന്ന് അകത്തോട്ടെന്നുള്ള രീതിയിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അടുത്ത സ്റ്റെപ്പിൽ
നമ്മുടെ നിപ്പിളുകളെ നമ്മളൊന്ന് ഞെക്കി നോക്കി പരിശോധിക്കുക. അതിനുശേഷം നമ്മുടെ കിടന്നുകൊണ്ടുള്ള പരിശോധന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈകൾ വലത്തെ ബ്രസ്റ്റ് ആണെങ്കിൽ വലത്തെ കൈ തലയ്ക്ക് പുറകിലോട്ട് വെച്ച് ഇടത്തെ കൈ ഉപയോഗിച്ച് പരിശോധിക്കുക. ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മുടെ കഴുത്തിലും കൈകൾ നമ്മുടെ കക്ഷത്തിന്റെ ഭാഗത്തുമായിട്ട് ഒന്ന് തടിപ്പുകളോ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുക. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷന്റെ ഗുണങ്ങൾ എന്തൊക്കെ? സ്വയമേ പരിശോധിക്കാൻ കഴിയുന്നു. വേദനയോ മുറിവുകളോ ഉണ്ടാക്കാത്ത സാധാരണ ഒരു പരിശോധനയാണിത്. കൂടാതെ ആളുകൾക്ക് സ്വന്തം ബ്രസ്റ്റിനെ പറ്റി ഒരു അറിവും ലഭിക്കുന്നു. ഇനി ഇതിന്റെ ദോഷം എന്ന് പറയുന്നത് അർബുദമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെറ്റായ ഫലങ്ങൾ ആളുകളിൽ ഭയവും ആദിയും ഉണ്ടാക്കാം. ലോക ക്യാൻസർ ദിനമായി ആചരിക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യതയും തീവ്രതയും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷന്റെ ആവശ്യകത മനസ്സിലാക്കുകയും ഈ പരിശോധനയിലൂടെ നേരത്തെയുള്ള രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി നമുക്ക് കൈകോർക്കാം.